മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഈ ധനസഹായം അടക്കം കൈമാറിയ നിരന്തരമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധനസഹായം എന്നുള്ളത് ഒരു പരിഹാര മാർഗമല്ല, ഒരു ആശ്വാസ ധനം മാത്രമാണ്. അമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ് നമ്മളെല്ലാവരെയും വിഷമത്തിലും വേദനയിലും ആഴ്ത്തിയിട്ടുള്ളത്. എങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ സാധ്യമായത് ചെയ്യുക എന്ന തലത്തിൽ 4 ലക്ഷം രൂപ FDRF നിന്ന് നൽകി. CMDRF നിന്ന് 6 ലക്ഷം രൂപയും കൂടി നൽകും. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിന്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകരുതെന്നുള്ള ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരുടെയും വേദന പങ്കിട്ടപ്പോൾ അതുതന്നെയാണ് നാളുകളിൽ ആവശ്യം എന്നുള്ളതാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ധാരാളം ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുരത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയും നമുക്ക് സജ്ജമാകേണ്ടതുണ്ട്. അതിനുള്ള നടപടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ നിന്നും അവരുടെ വിഷമത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലായിടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിന്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. MLA മാരും MP മാരും അതോടൊപ്പം ഗവൺമെന്റും ഫോറസ്റ്റും എല്ലാം ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ നമുക്ക് അത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അനിവാര്യം. ഈ ഒരു പ്രദേശത്തെ ഈ വിഷയത്തിന്റെ രൂക്ഷതയും ഇവിടെ അത്തരം കാര്യങ്ങൾ ഗൗരവപൂർവമായി നടന്നിട്ടില്ല എന്നുള്ള ബോധ്യവും കാണുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടതും ആവശ്യമാണ്. സാധ്യമെങ്കിൽ ഈ ഒരു മേഖലയിൽ പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ ഈ ജീവൻ പൊലിഞ്ഞതിനുള്ള ദുഃഖം ഈ നാട്ടുകാരുടെ പൊതുവിലുള്ള എല്ലാവരുടെയും വിഷമമാണ്, സഹിക്കാനാകാവുന്ന ഒന്നല്ല എന്ന ബോധ്യം എൻ്റെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് ഇടുക്കി പാക്കേജിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്തെ സുരക്ഷമായ വേലികൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവപൂർവ്വമായി കാണും. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടും ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അവരുടെ ദുഃഖവും വേദനയും എന്നോടും ഷെയർ ചെയ്യുകയുണ്ടായി. ഇക്കാര്യങ്ങളിലെല്ലാം ഈ ജനങ്ങളോടൊപ്പം ഇതിനൊന്നും കക്ഷിയോ രാഷ്ട്രീയ ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു വിഷയമാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം ദുഃഖകരമായ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലം ചെറുതായി കാണാനും കഴിയുന്നതല്ല. അതുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ മാർഗങ്ങൾ രൂപപ്പെടുത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. ഈ ആനകൾ ഈ തീറ്റ തേടിയാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പറയുന്നത്. ഈ മൂന്നാറിൽ ഉൾപ്പെടെ വലിയ പ്രശ്നമുണ്ടായ സമയത്ത് ചേർന്ന യോഗത്തിൽ പറഞ്ഞിരുന്ന ആനകൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുണ്ടാകുന്ന പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1 വർഷമായി, പക്ഷേ യാതൊരു നടപടി അങ്ങനെ ഓരോ പ്രദേശത്ത് നമ്മളിത് മാറി മാറി കാണുക.
നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് അശോകയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോണ വഴിക്ക് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആന കുറവായിരുന്നു. എന്നാൽ സമീപകാലത്ത് വീണ്ടും ആന അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര തന്നെയല്ല. നമുക്കിതിൻ്റെ പുറം കവചം ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കൃത്യതയോടു കൂടിയുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഭക്ഷണത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കുറെ കൂടി ഗൗരവമേറി ചെയ്ത് ഫോറസ്റ്റിനകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ നടപടി ശാക്തീകരിക്കേണ്ടതുമാണ്. ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിന് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് നടക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അത് കാര്യക്ഷമമല്ല എന്ന് പറയുന്നു. ഒരു പ്രാഥമികഘട്ട നടപടിക്കുന്ന അപ്പുറം ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വനമേഖലയിൽ നടക്കുന്ന വനത്തിനുള്ളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് ഒരു നിർബന്ധമാക്കുന്ന തലത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു. അതൊക്കെ നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. അതിനെക്കുറിച്ച് എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. എങ്കിലും ഇവിടെ അല്ല അത്തരം നമുക്കത് അങ്ങനെയുള്ള ടീമുകളെ നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയോഗിക്കാറുണ്ട്. അങ്ങനെ മൂന്നാറിലുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ മറയൂരും നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇപ്പം എന്റെ മനസ്സിൽ കണ്ടതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് ഏത് വിധത്തിലാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ തടയാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആവശ്യം. ഇത് മാറിയും തിരിഞ്ഞും ഇങ്ങനെ ഓരോ പ്രദേശത്തേക്കും തിരിഞ്ഞു വരുന്നൊരു സ്ഥിതിയാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രാഥമികമായ നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പെട്ടെന്ന് ചെയ്യുക. ഈ പ്രദേശത്ത് ഇപ്പോൾ 3 ആനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവിക അറാട്ട് ടീം ഇവിടെ സ്ഥിരമായി വേണ്ടത്. അല്ല, അതെ. അപ്പം അതിന് നമുക്ക് ആലോചിക്കാം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് ആലോചിക്കാം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അവരതിനകത്ത് പൂർണ്ണമായിട്ടും നോക്കുകയും ആനയെ തുരുത്തുകയും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഇവിടെ ആവശ്യമായിട്ട് വരും. നേരത്തെ തന്നെ ഇവിടെ ആനയെ തുരത്താനുള്ള നടപടികൾ തുറന്നുവല്ലോ. അപ്പോൾ അതിന്റെ ഒരു കൃത്യമായിട്ടൊരു മോണിറ്ററിംഗോ ഫോളോ അപ്പ് ഇല്ലാത്തതും കൂടി ഒരു വലിയ ഘടകമുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിനുള്ള ആ ടീമിനെ തന്നെ നിയോഗിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും. നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഞാനത് ആദ്യമേ സൂചിപ്പിച്ചല്ലോ. നമുക്ക് എന്താണ് അതിനകത്ത് ഒരു വനംവകുപ്പ് ഇനി കാര്യക്ഷമമായി ഇടപെടണം. അപ്പൊ ഇതുവരെ ഞാനിതിനെ ഒരു സെൻസിറ്റീവായ ഇഷ്യൂവായി ഉയർത്തി കാണിക്കാനല്ല. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ആ കുടുംബത്തോടും അമറിന്റെ മരണത്തിലും ദുഃഖം അറിയിക്കാനാണ് ഞാനവിടെ വന്നത്. ഞാനൊന്ന് പറഞ്ഞിട്ടെ പ്ലീസ്. അപ്പൊ ആ നിലയിൽ ഇത്തരം കാര്യങ്ങളെ കാണുന്ന സാഹചര്യത്തിൽ അനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കാവുന്ന ഏറ്റവും അടുത്ത മാർഗം. അത് ഒരു കുറവില്ലാതെ ചെയ്യാൻ കഴിയണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനത് മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും അത്തരം കാര്യങ്ങളെല്ലാം അറിയിക്കാനും കാര്യമായ ഇടപെടൽ നടത്താനും പിന്നെ ഈ പ്രദേശത്തിന്റെ വിഷയത്തിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയുള്ളൊരു വിഷയം എന്ന നിലയിൽ ഇതിന് കുറെ കൂടി സ്പീഡിൽ ചില പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുമാണ് എന്റെ മനസ്സിൽ കണ്ടത്. ഞാനത് ഗവൺമെന്റ് അല്ല, അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കാം. ഇക്കാര്യങ്ങളെല്ലാം അതിന്റെ പരിധി വരുമല്ലോ. ഏറ്റവും കൂടുതൽ ഈ കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പിന് തുണയാവുന്നത് ഈ പ്രാദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന താൽക്കാലിക വാച്ചർമാർ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഈ ജാഗ്രതാ സമിതികൾ അത് രൂപീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം അതൊക്കെ നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കെന്നെ പൂർണ്ണതോതി പറയാൻ കഴിയുന്നില്ലെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും പോരായ്മയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അത്തരമുള്ള പ്രദേശം അറിയാവുന്ന വാച്ചർമാർക്ക് അക്കാര്യത്തിൽ കുറെ കൂടുതലായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനായിട്ടും അറിയാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അല്ല, അത് പിരിച്ചുവിടലെന്നുള്ളതല്ല, അത്തരം ആൾക്കാരുടെ സേവനം കുറെ കൂടി. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അമർ ഇലാഹിയുടെ വീട്ടിലെത്തി ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ധനസഹായ പരിഹാരമല്ല, ശാശ്വതമായ ഒരു ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ളവർക്ക് വേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. ഇതിനെ ഒന്നും ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട് നമുക്കിപ്പം. ആസിഫ്, ഈ ഖബറടക്കത്തിനുള്ള സമയം ഏറെക്കുറെ ആയിരിക്കുന്നു. ഈ അവിടെ ഇപ്പോൾ നടക്കുന്ന സാഹചര്യം എന്താണ്? ഖബറടക്കത്തിനുള്ള ഈ മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? എന്താണ് ഇവർ? ശരി, അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിൽ നിന്ന് ഖബറടക്കാനായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വീട്ടിൽ ഇസ്ലാമത ആചാരപ്രകാരമുള്ള
മത ആചാരപ്രകാരമുള്ള ചില പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. പ്രാർത്ഥന ചെയ്തതിന് ശേഷം അല്പസമയത്തിനകം തന്നെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും. 8:30 പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രാർത്ഥനകൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ദുവ ചെയ്തതിന് ശേഷം എന്തായാലും ഇവിടെ നിന്ന് അല്പസമയത്തിന് തന്നെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എടുക്കും. ഇപ്പോൾ അല്പം മുമ്പ് ആന്റണി ജോൺ MLA, മാത്യു കുഴൽനാടൻ MLA തുടങ്ങിയവരെല്ലാവരും ഈ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. കാരണം ഈ ഒരു വിഷയം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിലും സമാനമായ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഫോറസ്റ്റാണ് ഈ ഒരു പ്രദേശത്തുമുള്ളത്. ആ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഒരു നാട് ഒന്നാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 100 കണക്കിന് വരുന്ന മനുഷ്യർ ഇങ്ങോട്ട് എത്തി ഏറ്റവും അവസാനമായി അമറിനെ കണ്ട് ആദരാജ്ഞലികൾ അർപ്പിച്ച് മടങ്ങുകയാണ്. കാരണം ഇത് ഒരു മരണത്തിന്റെ അപ്പുറത്തേക്ക് ഈ നാടിന്റെ മുഴുവൻ വികാരമായി ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രയാസം, ആ പ്രയാസത്തിന്റെ ഇരയാണ് ഈ അമർ എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇവർ മുട്ടാത്ത വാതിലുകളില്ല ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കത്തിനുള്ള പ്രാർത്ഥനകൾ അവിടെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമാകും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക, ഖബറടക്കം നടത്തുക. അമർ ഇലാഹിയുടെ വീട്ടിലേക്കിപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു. മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ഓരോ തവണയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യരും ഒരേപോലെ പറയുന്നത് ഇതൊരു അവസാനത്തെ സംഭവമാകണം. ഇനി ഇത്തരത്തിൽ ഒരു കാട്ടുമൃഗത്തിൻ്റെയും ആക്രമണത്തിൻ്റെയായി ഒരു മനുഷ്യനും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിത്യേന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ മാസത്തെ തന്നെ മൂന്നാമത്തെ സംഭവമാണിത്. 2 പേർക്ക് നേരത്തെ ജീവൻ നഷ്ടപ്പെട്ടു. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഇപ്പോഴേ മറ്റൊരാൾക്ക് കൂടി. അങ്ങനെ തുടരെ ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് അവർ ജനിച്ചു വീഴുമ്പോൾ മുതൽ അവർ ഈ വന്യജീവികളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഒടുവിൽ അവരുടെ മരണവും ഈ വന്യജീവി ആക്രമണങ്ങളെ തുടർന്നാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന കഷ്ടമായ കാര്യം. മന്ത്രി ഇപ്പോൾ പറഞ്ഞത് വെറും വാക്കല്ലെങ്കിൽ, അവരുടെ ഉള്ളറിഞ്ഞുള്ള പ്രതികരണമാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശാശ്വതമായ നടപടികളിലേക്ക് കടക്കാൻ സർക്കാരും വനം വകുപ്പ് അധികൃതരും ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.